ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്നൊരു ഇംപ്ലാന്റേഷൻ നടക്കാനായി 20 ദിവസം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട 2 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് ക്യൂക്കുംബറിനെ പറ്റിയിട്ടാണ്. കുക്കുംബർ നിങ്ങൾ എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? കഴിക്കാത്തവരൊന്നും തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ കുക്കുംബർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാം എന്ന് നമുക്ക് നോക്കിയാലോ. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെല്ലാം തന്നെ നിങ്ങളെ ഒരു അമ്മയാകാനായിട്ടും ഒരു അച്ഛനാവാനായിട്ടും എളുപ്പത്തിൽ ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുക്കുംബറിൽ വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ B1, B2, B3, ഫോളിക് ആസിഡ്, സിങ്ക്, പൊട്ടാഷ്യം, മാഗ്നീഷ്യം, അയൺ, വിറ്റമിൻ കെ, കാൽസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പലരിലും പല തരത്തിലും ഫെർട്ടിലിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കുക്കുംബർ എന്ന് പറയുന്നത്. കുക്കുംബർ കഴിച്ചിട്ടുള്ളവർക്ക് അതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. നമുക്ക് വെള്ളം നമ്മൾ കടിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ വാട്ടറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രഗ്നൻസിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന സെർവിക്കൽ മ്യൂക്കസിന് ഏറ്റവും കൂടുതൽ ഒരു പവർ കൊടുക്കുന്നത്. ഈ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ വെള്ളമോ വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തണം. സെർവിക്കൽ മ്യൂക്കസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് പ്രൊഡ്യൂസ് ആകുന്ന ഒരു സെർവിക്കൽ ഡിസ്ചാർജ് ആണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഈ ഒരു പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഓവുലേഷൻ സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ശരീരത്തിനകത്തേക്ക് കടക്കുന്ന സെമനെ ശരീരത്തിൽ കുറച്ചധികം നാളെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി അവിടെ കൊടുക്കുന്നു. നല്ലൊരു എൻവയോൺമെന്റ് ഒരുക്കി കൊടുക്കുന്നു, നല്ലൊരു ചാർജ് സെമനെ കൊടുക്കുന്നു. ഇതിനെല്ലാത്തിനും സെർവിക്കൽ മ്യൂക്കസ് സപ്പോർട്ട് ചെയ്യുന്നു. ഈ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ക്യുക്കുംബർ എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് സെർവിക്കൽ മ്യൂക്കസ് കൃത്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് അവരുടെ പ്രഗ്നൻസി നീണ്ടുപോയി എന്നുള്ള ഒരു കാര്യം. നമ്മുടെ ടിപ്സ് ഫോളോ ചെയ്തിട്ടും കോൺസീവൽ എന്ന് പറയുന്ന ഒരു മെഡിസിൻ എടുത്തിട്ടും പ്രഗ്നന്റ് ആയി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം സെർവിക്കൽ മ്യൂക്കസ് ഫെർട്ടിലിറ്റിയിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. PCOD ഉള്ളവർ, അതുപോലെ തന്നെ തൈറോയ്ഡ് ഉള്ളവർ, അല്ലെങ്കിൽ നേരത്തെ തന്നെ വെയിറ്റ് ഉള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട്. ഈ വെയിറ്റ് ലോസ് ഒക്കെ കൃത്യമായിട്ടൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കുംബർ എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഒരു വയറ് ഫുള്ളായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. കുക്കുംബർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാലഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രീതിക്ക് കുക്കുംബർ നിങ്ങൾ ശരീരത്തിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്രാവിങ്സ് ഉണ്ടാവുന്നതും ഇടയ്ക്കിടയ്ക്ക് ഹങ്കർ ഉണ്ടാവുന്നതും ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മുടെ വിശപ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നു. നമ്മുടെ വയറ് എപ്പോഴും ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. വയറ് ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. നമ്മളുടെ ശരീരത്തിൽ വെള്ളം കൃത്യമായിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ആ വെള്ളത്തിന്റെ കുറവ് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ ബാധിക്കും. നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കില്ല, ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആകില്ല, എൻഡോമെട്രിയൽ തിക്നെസ് കൃത്യമായിട്ടുണ്ടാവില്ല, അതുപോലെ യൂട്രസിന്റെ കപ്പാസിറ്റി ഉണ്ടാവില്ല, സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ ഈ 5 കാര്യങ്ങൾ നമുക്ക് നടക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നന്റ് ആകുമോ? ഇല്ല. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നാലാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് വിറ്റമിൻ ബിയുടെ ഒരു വിറ്റമിൻസ് കൂടുതലായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തുടക്കത്തിലേ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് നമുക്കൊരു ഫീൽ ഗുഡ് ഒരു എഫക്റ്റ് തരുന്നു. നമ്മുടെ മൂഡ് എപ്പോഴും ആക്റ്റീവായിട്ടും ഒന്ന് പ്ലസന്റ് ആയിട്ടും വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അഞ്ചാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുഞ്ഞിന്റെ ഫീച്ചേഴ്സിന്റെ ഏർലി ഡെവലപ്മെന്റിന് ഇത് സഹായിക്കുന്നു. കുഞ്ഞിന് മറ്റുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഇത് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് തരുന്നത് നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്ന സമയത്ത് ഇത് കഴിക്കുന്നതാണ് കേട്ടോ. നമ്മളുടെ ശരീരത്തിലെ സ്ത്രീ ശരീരത്തിലെയും പുരുഷന്റെ ശരീരത്തിലെയും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ, അണ്ടത്തിനും ബീജത്തിനും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയെ ഒരുപാട് അഫക്ട് ചെയ്യും. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കുഞ്ഞിനുണ്ടെങ്കിൽ ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാവാനും അതുപോലെ തന്നെ മറ്റുള്ള അബ്നോർമാലിറ്റീസ്, അത് ഓട്ടിസം പോലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രൈസോമി 30, ട്രൈസോമി 80, ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ നോക്കുന്ന സമയത്ത് തന്നെ കുക്കുംബർ എടുക്കുന്നത് അബ്നോർമാലിറ്റീസ് ഫീച്ചേഴ്സിന് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് കുഞ്ഞിനെ വെക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ആറാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫൈബർ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബർ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ ശരീരം കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെ ദഹനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട്, ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഏഴാമതുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ വരുന്ന ആ ഒരു അവസ്ഥ കൂടുതലായിട്ട് ഉണ്ടാകും.
പെട്ടെന്ന് നമുക്ക് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്സ് എടുക്കേണ്ടതും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയുന്നതിനനുസരിച്ച് മറ്റുള്ള രോഗപ്രതിരോധ ശക്തി നമുക്ക് കുറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വൈറസും ബാക്ടീരിയ ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കടക്കും. ഇത് നമ്മുടെ ഫെർട്ടിലിറ്റിയും അഫക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡ് പ്രഷർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ ഷുഗറിന്റെ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. PCOD ഉള്ള പേഷ്യൻസിന് ഷുഗർ ലെവൽ കൂടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും പ്രഗ്നൻസിയുടെ സമയത്തോ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തോ ഷുഗർ ലെവൽ അവരുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ നമ്മൾ അതൊന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നു. അപ്പൊ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. PCOD ഉള്ളവർക്കും ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി കുക്കുംബർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. തൊലി കളഞ്ഞിട്ടല്ല, തൊലിയോടുകൂടെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട്. അപ്പൊ നിങ്ങൾ കുക്കുംബർ ഉപയോഗിക്കുമ്പോഴേക്കും മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അത് വെള്ളത്തിൽ ഉപ്പിട്ട് കുതിർത്ത് നല്ലതുപോലെ ഇങ്ങോട്ട് വെക്കുക. ജസ്റ്റ് പൈപ്പിൽ കാണിച്ച് കഴുകി ഇങ്ങനെ എടുക്കാതെ നല്ലതുപോലെ കുതിർത്തി ഇട്ടിട്ട് അതിന്റെ അഴുക്കൊക്കെ കൃത്യമായിട്ട് പോയിട്ട് നമ്മളിപ്പോൾ ഒരു ഉപ്പിട്ട് കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതിൽ അഴുക്കൊക്കെ ആ വെള്ളത്തിൽ കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് നല്ലതുപോലെ അങ്ങോട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നിങ്ങളത് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ എന്താ പറയാ, പച്ചയായിട്ട് ഇത് ഉപയോഗിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്ക് ചെയ്തിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടാണെങ്കിലും ഇത് സാലഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കുന്നതും അല്ലെങ്കിൽ കുക്കുംബറിന്റെ ജ്യൂസ് ആയിട്ട് നിങ്ങൾ കുടിക്കുന്നതും ഒക്കെ ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ. ഈ സാലഡ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള ഐറ്റംസ്, അതായത് ക്യാരറ്റ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്, അതുപോലെ ബീട്രൂട്ട് ആഡ് ചെയ്യുന്നത് നല്ലതാണ്, അതുപോലെ കുക്കുംബറും മൂന്നും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് പെപ്പറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സാലഡ്സ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങളെ ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഇത് ഏതൊക്കെ സമയങ്ങളിലാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. പീരിയഡ്സിന്റെ സമയത്താണെങ്കിലും ഓവുലേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. ഒരുപാടൊന്നും ഉപയോഗിക്കേണ്ട, ഒരു ദിവസം ഒരു നേരം ആ രീതിക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ദിവസേന ബ്രേസിൽ നട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രേസിൽ നട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് അമ്മയാകാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, വിറ്റമിൻ C ഉണ്ട്, വിറ്റമിൻ D ഉണ്ട്, അയേൺ ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്, കാൽഷ്യം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള സെലീനിയം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നിങ്ങളുടെ യൂട്രസിന്റെ വോള് തിക്കനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പറായിട്ട് വളർന്ന് കൃത്യമായിട്ടുള്ള രീതിക്ക് അത് ഷെഡ് ആകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പീരിയഡ്സ് ഫുൾ ആയിട്ട് പോവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസിയാണ് ആകുന്നതെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളർന്ന് അണ്ടവും ബീജവും തമ്മിൽ ജോയിൻ ആയി എൻഡോമെട്രിയൽ ക്യാവിറ്റിയിൽ എത്തിക്കഴിഞ്ഞ് അത് അറ്റാച്ച് ആവുകയാണെങ്കിൽ പിന്നീട് അത് ഷെഡ് ആവാനായിട്ട് പാടില്ല. അങ്ങനെ തിക്കനായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിന് ഇത് സഹായിക്കുന്നു. പീരിയഡ്സിന്റെ ആ ഒരു സെക്കൻഡ് ഡേയിലൊക്കെ ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഷെഡായി പോകാനായിട്ട് തുടങ്ങും. അതിനുശേഷം ഇത് അഗെയിൻ ഇതിന്റെ ഒരു വളർച്ച തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് തുടങ്ങുന്ന ഓരോ സമയത്തും പ്രോപ്പറായിട്ട് ഇത് വളരാൻ വേണ്ടിയിട്ടും ഈ ബ്രേസിൽ നട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള സെലീനിയം ഓവറി ആൻഡ് യൂട്രസിലേക്ക് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഓവറീസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിലേ ക്വാളിറ്റിയുള്ള അണ്ടം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ യൂട്രസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങും കൃത്യമായിട്ട് വളരുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇത് ശരീരത്തിൽ ബ്ലഡ് കോട്ടിംഗ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുകയും അതുമൂലം നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു തവണ അബോർഷനോ മിസ്കാരേജോ ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്നത് മിസ്കാരേജിനുള്ള ചാൻസസ് റിഡ്യൂസ് ചെയ്തിട്ട് ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ചാനലിൽ വന്ന് പറയുന്നതാണ്, കാരണം പ്രഗ്നൻസി പിന്നീട് ആകുന്നില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, കാരണം മിസ്കാരേജ് ഉണ്ടായി കഴിഞ്ഞവർക്ക് പിന്നീട് ഡോക്ടർ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ആസ്പിരിൻ എന്ന് പറയുന്നൊരു മെഡിസിൻ കൊടുക്കാറുണ്ട്. ആസ്പിരിൻ കൊടുക്കുന്നത് ക്ലോട്ട്സ് ഉണ്ടാവാതെ നിങ്ങൾക്ക് പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ആസ്പിരിന്റെ അതേ ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ഒരു ബ്രേസിൽ നട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഇത് എടുക്കുകയാണെങ്കിൽ, ബ്രേസിൽ നട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നമ്മളുടെ ശരീരത്തിലെ അണ്ടം വളരാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു എൻവയോൺമെന്റ് എടുക്കി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. ബ്രേസിൽ നട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതുണ്ടാകും. ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രേസിൽ നട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്, റോസ്റ്റഡ് ആയിട്ടുള്ള ബ്രേസിൽ നട്ട്. അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നട്ട്സ് ഏത് ഉപയോഗിച്ചാലും ഒരുപാട് ഒറ്റയടിക്ക് യൂസ് ചെയ്യരുത്. ഇപ്പൊ ബ്രേസിൽ നട്ടാണ്
കഴിക്കുന്നതെങ്കിൽ ഒരു 5-6 എണ്ണം ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചില ആളുകൾക്ക് വയറ് അപ്സെറ്റ് സ്റ്റൊമക്ക് ആവുന്നതിന് അത് കാരണമാകും കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ അത് പ്രോപ്പറായിട്ട് മാത്രം യൂസ് ചെയ്താൽ മതിയാകും. നട്ട്സ് കഴിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലോട്ട് അത് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൈം ആയിരിക്കണം. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തൊട്ട് പുറകെ തന്നെ നിങ്ങളത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നട്ട്സിന്റെ ഗുണം മൊത്തം നിങ്ങൾക്ക് ശരീരത്തിലോട്ട് കിട്ടില്ല. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങളിപ്പോൾ സ്നാക്സ് കഴിക്കുന്ന ഒരു ടൈം, ഈവനിങ് ചായ കുടിക്കുമല്ലോ, ആ ചായ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് നട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ നട്ട്സ് നിങ്ങൾ എടുത്തിട്ട് ആ ഒരു വിശന്ന് കഴിഞ്ഞിട്ടുള്ള സമയത്ത്, അതായത് നമുക്കിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ഒരു വിശപ്പ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നട്ട്സുകൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗുണങ്ങൾ നിങ്ങളിലോട്ട് കിട്ടും. ബ്രേസിലിനായിട്ട് എടുക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബദാം, അതുപോലെ വാൾനട്ട്, പിസ്ത, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം എടുത്ത് കുറച്ചായിട്ട് ഒരു 5-6 എണ്ണമൊക്കെ കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഒരു 5-6 എണ്ണമൊക്കെ എടുത്തിട്ട് പ്ലേറ്റിലാക്കി ക്രമീകരിച്ചിട്ട് നിങ്ങൾ കഴിക്കുന്നത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.